ഹേ ഗായ്സ്, അപ്പൊ എന്തൊക്കെയുണ്ട്? നമ്മുടെ ഒരു വ്ലോഗ് വീഡിയോ ഉണ്ട് ഇന്ന്. നമ്മളെപ്പോഴും വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ അതിന് വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ചെയ്യാറ്. ഇതുപോലൊരു വീഡിയോ ആദ്യമായിട്ടായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നിപ്പോ എല്ലാരും ഉണ്ട് വീട്ടില്, എന്നാ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന്. ഇന്ന് സോനു ജോലിയില്ല. ഇത് സോനു ഇത് അറിയാല, നമ്മളെ എപ്പോഴും വീഡിയോയില് വരാറുണ്ടെങ്കിലും വീട്ടിൽ കാണാറുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഇന്ന് ജോലി ഇല്ലാട്ടോ. അപ്പൊ ഞാൻ ഇവിടെ പിടിച്ചിരുത്തേക്കാണ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. നമ്മൾ രണ്ടുപേരും കൂടി ഒരു കല്യാണത്തിന് പോണ വീഡിയോ ആണ് നമ്മൾ ഷൂട്ട് ചെയ്യാണ്. സാറ്റർഡേ ആണ്. അപ്പൊ ബേബി ഇവിടെ കുടിച്ച് കിടപ്പുണ്ട്. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ അവന്റെ വോയിസ് കേൾക്കണേ കേട്ടാ. അപ്പൊ നമുക്കിന്ന് കല്യാണം ഉള്ളത് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടോ. ഞങ്ങളുടെ കൂടെ എന്റെ കൂടെ പഠിച്ചൊരു വെച്ചിന്റെയാണ്. ഞങ്ങൾ 10th വരെ വിളിച്ചാ പഠിക്കുക. ആളുടെ കല്യാണമാണ്. അപ്പൊ ഇവിടെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് അവിടെ കല്യാണത്തിന് പോകണം. ലുവ ബേബിനെ കൊണ്ടുപോകണോ വേണ്ടേന്ന് നമ്മളിങ്ങനെ ആലോചിക്കണേ. ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവന്റെ പുറകെ അടക്കേണ്ടി വരും. ഒന്ന് ആലോചിക്കണം. ആൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കണം. അപ്പൊ ആദ്യം അതെന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ തന്നെ ഒരു സമയമായിട്ടുണ്ട്. ഇവന്റെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ തന്നെ ഒരു നേരമായിട്ടുണ്ട്. ഇനി കൊച്ചിനെ കുളിപ്പിച്ചിട്ടൊക്കെ വേണം നമുക്ക് പോവാൻ വേണ്ടിയിട്ട്. അപ്പോ അതൊക്കെയാണ്. പിന്നെ ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ചിലപ്പോ നമ്മൾ വൈകിട്ട് വീട്ടിൽ കൂട്ടാം. അപ്പൊ ഞങ്ങൾ എന്നാ പോയി പെട്ടെന്ന് റെഡിയായി പോകാനുള്ള പരിപാടി നോക്കട്ടെ. ഓക്കെ, ബാക്കി കാണിച്ചു തരാം. അപ്പൊ ഇതേ നമ്മള് കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ പ്ലാനൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മളിതിപ്പോ എല്ലാരും കൂടിയാ പോവാന്ന് വെച്ചാൽ ലുവേനെ ഇവിടെ ഒറ്റക്കിട്ട് അമ്മേന്റെ അടുത്താക്കി പോകാൻ നടക്കണ കാര്യമല്ല. അവൻ അമ്മേനെ വട്ടം കറക്കും. അപ്പൊ അത് കാരണം നമ്മൾ അവനെയും കൂടി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കല്യാണത്തിന് പോവാം. ഫുൾ റെഡി ആയിട്ട് ഇരിക്കാട്ടോ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ കുഞ്ഞു ഷൂസൊക്കെ കണ്ട ഭയങ്കര നാണമുണ്ട് ഇപ്പൊ വീഡിയോയില് വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പൊ ഭയങ്കര നാണമാണ്. എന്തെങ്കിലും പറ. ഞാൻ എന്ത് പറയാനാ, നീ പറയണ്ടല്ലോ. അപ്പൊ നമുക്ക് കല്യാണത്തിന് പോയിട്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങളാണ്. അപ്പതേ ഞാൻ റെഡിയായൊക്കെ നിൽക്കണ കാരണം ഞാൻ സോനെ കൊണ്ട് 1-2 ഫോട്ടോസൊക്കെ എടുക്കണായിരുന്നിട്ട്. അപ്പോൾ എൻ്റെ കുറച്ച് പട്ടി ഷോയൊക്കെയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. എൻ്റെ മാത്രമല്ല കേട്ടോ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെയും ഞാൻ എടുത്തു കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ളൊരു കരാറ്. അപ്പതേ എല്ലാവരും ഇറങ്ങി പുറത്ത് നിൽക്കണേണ്ട പോകാൻ വേണ്ടിയിട്ട്. അപ്പം വന്നില്ല കല്യാണത്തിന്, നമ്മൾ 3 പേരും മാത്രമേ പോകണുള്ളൂ കുഞ്ഞാവയായിട്ട്. അപ്പതേ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ വേഗം പോയിട്ടാണ്. നമ്മൾ പോയപ്പോൾ സമയമായി, നമുക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വണ്ടി കയറിയപ്പോഴേക്കും നമ്മുടെ ലുവാനുക്കുട്ടനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഉറക്കം പതിവാണ് കേട്ടോ. അപ്പൊ ദേ ഇവിടെ ഉണ്ടാ നമ്മുടെ പരിപാടിയുള്ളത്. അവരുടെ സ്റ്റേജിലെ ഡാൻസും ഒച്ചയൊക്കെ കേട്ടിട്ട് ലുവ ബേബി ഭയങ്കര സൗണ്ട് ആയിരുന്നു, പേടിച്ച് കരയണേട്ടാ. അപ്പൊ പിന്നെ അമ്മാവനായിട്ട് പുറത്തേക്ക് പോയിട്ടാ. പിന്നെ ഞാനും സോനും സ്റ്റേജിൽ കയറി അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ നമ്മുടെ കൂടെ പഠിച്ച 2 ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട്, അതിൻ്റെ കൂടെ 10th വരെ പഠിച്ചതാണ്. അപ്പൊ അവരെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടാണ് ഈ കാണിക്കണത് മുഴുവനും. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ചു നേരം അവിടേക്ക് ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ. ഫുഡിന് ആദ്യം തന്നെ ഇതേ അപ്പവും ഡക്കുറുമയായിരുന്നേ. ഡക്ക് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. ഇത് ഡക്കാണെന്ന് ഓർത്തിട്ടല്ല കേട്ടോ ഞാൻ മേടിക്കുന്നത്. ഞാൻ കഴിച്ചില്ലായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചോറിന് ബീഫ്, ചിക്കൻ ഫ്രൈ, അങ്ങനെ കുറെ കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ആദ്യത്തെ റൗണ്ട് കഴിച്ചോണ്ടിരുന്നപ്പോൾ കൊച്ചലമ്പുണ്ടാക്കി. പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത വീണ്ടും ഐസ്ക്രീം നമ്പർ 2 വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വീട്ടിൽ പോയിട്ട് കാണാം. അപ്പതേ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ അവിടെ കുറച്ചു നേരം കിടന്നപ്പോൾ അതേ ലുവ ബേബി ആണെങ്കിൽ അത് നോക്കിയിരിക്കണേ. ഇപ്പോഴത്തെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ ഇങ്ങനെ ആന കളിച്ചോണ്ടിരിക്കല്. അവന് മുട്ടില് ഇഴയാനാണെന്ന് തോന്നണം. അപ്പൊ നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് അപ്പത്തേ വൈകുന്നേരം ചായ കുടിക്കാൻ പോവാണ്. അപ്പൊ അതിന് മുന്നേ ലുവക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കണേണ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ കൊടുക്കാൻ പോകുന്നത് അവന് ആപ്പിളാണ്. ആപ്പിൾ അവന് ഇഷ്ടമാണ്. അപ്പൊ ഇന്നിപ്പോ അതേ ആപ്പിൾ കൊടുക്കാന്ന് ഓർത്ത്. നമ്മളല്ലെങ്കിൽ സാധാരണ ഉച്ചയ്ക്ക് ഇച്ചിരി ചോറൊക്കെ കൊടുക്കാറുള്ള കേട്ടോ. അപ്പോൾ ചോറ് കൊടുക്കാൻ ഇന്ന് പറ്റിയില്ല, നമ്മൾ കല്യാണത്തിന് വെച്ച് കാരണം. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ കുറച്ച് വൈകിയായി കൊടുത്ത കാരണം വലിയ കുഴപ്പമില്ല. അപ്പൊ അതേ ഇപ്പൊ നമുക്ക് എന്തായാലും ഒരു ആപ്പിൾ വേവിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതൊന്ന് വേവിക്കാൻ വെക്കട്ടെ. ഓക്കെ, ഇതിന്റെ ഈ തൊണ്ട് കളഞ്ഞിട്ട് വേണം കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്.
വീട്ടിൽ നിന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ അമ്മ ഇവിടെ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചായിരുന്നു. ഇതൊക്കെ മറ്റേ സക്കുലൻ പ്ലാന്റ്സ് ആണ്. അപ്പൊ അതേ ഇവിടെ ഇതൊക്കെ ഞാൻ അവിടെ വെച്ചിരുന്ന ഒരു ചെറിയൊരു കഷ്ണം അമ്മയ്ക്ക് കൊടുത്തതായിരുന്നു. അപ്പൊ അതേ അമ്മ ഇതൊക്കെ നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഇല മുഴുവൻ പോയിട്ടുണ്ടേ. ഇത് അങ്ങനത്തെ ഇതെന്ത് പ്ലാന്റ് ആണോ ഇതെനിക്കറിയില്ല. അപ്പൊ അതേ ഞാനിവിടെ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിപ്പോ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇന്നിപ്പോ അതേ അവിടെ ഞാൻ സ്റ്റീമർ മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഇവന്റെ ഫുഡൊക്കെ വേവിക്കാനും. അതുപോലെ ഇവന് വേണ്ടിയിട്ട് ഒരു കുക്കറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ നമ്മുടെ ഈ കുഞ്ഞി ചിരട്ടപ്പൊട്ടിന്റെ ഇതിലിട്ടിട്ടാണ് ഇവന്റെ ഇതൊക്കെ വേവിക്കാറ്. അപ്പൊ നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. അവന് എല്ലാ ഫ്രൂട്ട്സും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഇതുപോലെ ആപ്പിൾ കൊടുത്താൽ ചിലപ്പോഴൊക്കെ കഴിക്കും. അതും നല്ല മൂന്നാണെങ്കിൽ മാത്രം കഴിക്കൂടെ, എപ്പോഴും ഒന്നും കഴിക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ ഒരു ഇഷ്ടമാണെന്ന് കണ്ടിട്ട് നാളെ ഇത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കൂല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ അവന് മാറ്റിയാണ് കൊടുക്കാറ്. അപ്പൊ ഇതേ ഇന്നിപ്പോ ഇവിടെ ആപ്പിൾ ഉണ്ടായിരുന്നു. അപ്പൊ ആപ്പിൾ കൊടുക്കാന്ന് വിചാരിക്കണേ. അപ്പൊ ഞാൻ ഇതിനൊന്ന് ആവിയേറ്റി എടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ വേവിക്കണതാണ് നല്ലത്. ഇപ്പൊ ആപ്പിള് നമ്മള് ചിലവര് അല്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കും. പക്ഷെ അങ്ങനെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന്റെ മധുരമൊക്കെ പോവും. ഇതാവുമ്പോ അതിന്റെ മധുരം അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഇതിപ്പോ ആപ്പിളിന്റെ കേസിൽ മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോ പച്ചക്കറി ഇപ്പൊ ക്യാരറ്റ് ഒക്കെ വേവിക്കുമ്പോൾ നമ്മൾ അല്ലാണ്ട് വെള്ളം ഒഴിച്ച് വേവിച്ചു കഴിഞ്ഞാൽ അതിന്റെ മധുരമൊക്കെ പോവും. ഇതാവുമ്പോൾ നമുക്ക് ആ മധുരത്തിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വേവിക്കേണ്ടതാണ് കുറച്ച് നല്ലത്. പിന്നെ അതിന്റെ ഗുണം പോവാണ്ടിരിക്കാനും നല്ലത് ഇങ്ങനെ കൊടുക്കണതാണ് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് ആവിയേറ്റി എടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ ആപ്പിളൊക്കെ വേവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇത് അരക്കണ കൂട്ടത്തിലൊരു പകുതി കുഞ്ഞി പൂവമ്പഴത്തിന്റെ ഒരു കുഞ്ഞു കഷ്ണം കൂടി ഇട്ടിട്ടുണ്ട്, ഒരു തിക്കാവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ആപ്പിൾ അരച്ചെടുക്കാം. അപ്പൊ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേണ്ട അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇച്ചിരി തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അരക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ലുവയുടെ പാത്രം. ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. ഇത് നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ കൊണ്ടുപോകാൻ നല്ലതാണ്. കാരണം ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഫുഡ് ഇപ്പൊ ചൂടാണെങ്കിൽ നമ്മൾ തണുത്തോളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് പെട്ടെന്ന് തണുത്തോളും. അതുപോലെ നമുക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഇതിനകത്ത് കൂടെ. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് അടക്കാനും പറ്റും. അപ്പൊ എനിക്കിത് നല്ല അടിപൊളി പാത്രമായിട്ട് തോന്നിയായിരുന്നേ. അപ്പോൾ ഇതുപോലത്തെ പറഞ്ഞാൽ ഞാൻ അവിടെ മേടിച്ചിട്ടുണ്ട്, ഇവിടെ മേടിച്ചിട്ടുണ്ട്, 2 സ്ഥലത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഫുഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ചൂടാറിയിട്ട് അവനെ കൊടുക്കാം. അപ്പത്തേക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും അവൻ കരച്ചിലായിട്ടാ. പിന്നെ അവനെ എടുത്തിട്ട് നടക്കാൻ വേണ്ടി പോയി. നമുക്ക് അവരെങ്ങടെ പോയി നോക്കാം. എന്തായി, കരച്ചിലായ? എവിടെ പോയതാ നിങ്ങള്? കറങ്ങാൻ പോയതാണാ ലുവ? കറങ്ങാൻ പോയതാണാടാ കുഞ്ഞ? നോക്കി, കറങ്ങാൻ പോയതാണോ? അവിടെ പോവാനാണോ ഈ കാണിക്കണ? ടാറ്റ പോവാണോ കുഞ്ഞൂസ്? ടാറ്റ പോണോ? മുറ്റിന് ടാറ്റ പോണോ? ടാറ്റ പോണോ? ടാറ്റ പോവാ? ടാറ്റ പോവാടി. കുഞ്ഞു ലുവ ബേബി ഇവിടെ കുറുക്ക് കുടിച്ചോണ്ടിരിക്കട്ടാ. കുറുക്ക് കുടിക്കല്ല, തെറപ്പിക്കാണ് ചെയ്യണേ. വൈകുന്നേരത്തെ ഒരു കുറുക്കുപൊടിയാണ് ഇവിടെ നടന്നിട്ടിരിക്കണേ. ഇത് കഴിഞ്ഞിട്ട് വേണം അവന് മേലെഴുതാൻ. അമ്മച്ചി അവിടെ കുടുംബശ്രീക്ക് പോയിട്ട് വരണേണ് സീനാണ് ഈ കാണുന്നത്. ഞാൻ എനിക്ക് വേറൊരാളെയും കൂടി കാണിച്ചു തരാം. ആണ് നമ്മുടെ മഞ്ചല്. ഇവനെ നമ്മൾ മഞ്ചൽ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാന്നറിയോ? ഇവന്റെ കണ്ണ് മഞ്ഞിച്ചിരിക്കണായിരുന്നു. ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവന്റെ പേര് ജിംബ്രു എന്നാണ് കേട്ടോ. പക്ഷെ അത് ചത്തു. ഇപ്പൊ ഇവൻ മാത്രമേ ഉള്ളൂ. ഇവൻ നമ്മുടെ പുഞ്ഞാരിയായിട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ വെൽസണാണ്. ഏത് നേരം ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കണ കുഞ്ഞി പൂച്ചയുണ്ട്. ഞങ്ങളുടെ ശുണ്ടിരി പൂച്ച മഞ്ജലു മേ. ഇപ്പൊ ഇവിടെ ഓടിച്ചെല്ലണത് വേറെ ഒന്നിനും വേണ്ടല്ല കേട്ടോ. അവന് പാല് കൊടുക്കുന്ന സമയമായിട്ടുണ്ട്. വൈകുന്നേരം നമുക്ക് സമയം അറിയില്ലെങ്കിലും
അവൻ കറക്റ്റ് 4 മണി കഴിയുമ്പോഴേക്കും ഇപ്പൊ എത്തൂട്ടെ. ഇപ്പൊ ഇത്ര നേരം അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല. അമ്മ മീറ്റിങ്ങിന് പോയച്ച കാരണം നമുക്ക് ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയച്ച കാരണം അമ്മേനെ കണ്ടില്ലട്ടാ. ഇപ്പോഴാണ് കണ്ടത്. അപ്പൊ കയ്യിലൊരു കവറുണ്ട്. അപ്പൊ അവനോർത്ത് അവനുള്ള മീനാണെന്ന്. അപ്പൊ അതേ പാല് കാച്ചി കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പുറകെ പാട്ടും പാടി നടക്കാണ്. അപ്പൊ പാല് കാച്ചി തൽക്കാലം അമ്മ അവന് ചാള കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണേട്ടോ. അതെ ക്യാച്ച് ചെയ്യണേ. തൽക്കാലം അവൻ ഈ ചാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അവന് ഇച്ചിരി കഴിഞ്ഞിട്ട് അമ്മ പാല് കാച്ചി കൊടുത്തോളും. ഇതിന്റെ അമ്മയും കൂടി ഉണ്ടിട്ട് ഇവിടെ. അതും ഇവിടെ തന്നെ കിടക്കാറ്. പക്ഷെ അത് ഇടക്ക് വിടാനില്ല. ഇതാണ് നമ്മുടെ സ്ഥിരം നമ്മൾ വളർത്തുന്ന പൂച്ച ഇതാണ് കേട്ടാ. അത് ഇടക്ക് വന്ന് ഇവിടെ കിടക്കുകയുള്ളു. ഇവന്റെ പേര് മഞ്ചള്. അവന്റെ അമ്മയുടെ പേര് മിക്കു. മഞ്ചളെ ഇപ്പൊ മീൻ തിന്നണ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കണ ഇങ്ങോട്ട് വിളിച്ചാൽ നോക്കൂല. നമ്മുടെ കുഞ്ഞൂസിനാണെങ്കിൽ ഇവനെ ഭയങ്കര ഇഷ്ടമുണ്ട്. അവൻ അങ്ങാടും ഇങ്ങോട്ട് പോകുമ്പോ അതിന്റെ വാലേക്ക് കയറി പിടിക്കാനാണ് ഇവൻ നോക്കിക്കൊണ്ടിരിക്കണത്. കണ്ടോ നോക്കിയിരിക്കാണ് അവൻ കഴിക്കണത്. ഇല്ല. അപ്പൊ അതേ കുറുക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു മേലെഴുതലിന് ഇരിക്കണേട്ടാ. വൈകുന്നേരം നമ്മൾ ഇങ്ങനെ ഇരിക്കാണ്ട് അവിടെ മേലെഴിക്കണ. അപ്പൊ അതേ അവൻ ഇങ്ങനെ കുളിക്കാനാണ് അവന് ഇഷ്ടം. ഇങ്ങനെ കാലിലിരുന്ന് കുളിക്കാൻ വേണ്ടിട്ട്. കുഞ്ഞു കുളിപ്പിക്കാനിട്ടാണ് ഈ കല്യാണം. നമുക്ക് ഇല്ല. ഇന്നിപ്പോ കല്യാണത്തിനൊക്കെ പോയേക്കണ കാരണം അവനൊട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അപ്പൊ അതേ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എന്തേ കിടത്തി ഉറക്കിയിട്ടുണ്ട് കേട്ടാ. അല്ലെങ്കിൽ പിന്നെ രാത്രി ഒട്ടും ഉറങ്ങൂല. അപ്പൊ ഇച്ചിരി നേരം ഉറങ്ങാൻ വേണ്ടി കിടത്തിയേക്കണേന്ന്. നമ്മള് ചായയൊക്കെ കുടിക്കാട്ടാ. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതേ ചായ കുടിക്കാണേ. നാളെ നമുക്ക് അങ്ങോട്ട് പോണം. കാരണം നാളെ അവിടെ കപ്പേള പെരുന്നാളാണ്. ഞാൻ മാത്രമല്ല ഇവരെല്ലാരും വരുന്നുണ്ട്. എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. നാളെ അവിടെ നമ്മുടെ ഫ്രണ്ടിലെ കപ്പേളയിലാണ് കപ്പേള പെരുന്നാള്. അപ്പൊ നാളെ അവിടെ വൈകുന്നേരം ഒരു കുർബാന. അത് കാരണം നമുക്ക് നാളെ അങ്ങോട്ട് പോകണം. നമ്മുടെ അവിടുത്തെ വീട്ടിലിപ്പോ മമ്മി ഇല്ല. മമ്മി ഇന്നലെ ബാംഗ്ലൂർക്ക് പോയി മമ്മിയുടെ അപ്പച്ചനും അമ്മച്ചനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. 2 ദിവസം കഴിയുമ്പോഴേക്കും മമ്മി വരും. അപ്പൊ ഇന്നലെ രാത്രി അവിടെ സ്റ്റേജിന് എത്തിയിട്ടുണ്ട്. അപ്പൊ സ്റ്റേജിന് പപ്പയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് നാളെ അങ്ങോട്ട് പോകണം. ഞാനിങ്ങനെ കുറെ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും എന്നെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല. അപ്പോ നമുക്കൊരു Q&A ചെയ്യാം. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാതെ ഒരു Q&A ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം കേട്ടാ. ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞാല് പറ എന്തെങ്കിലും പറ. വീഡിയോ എടുക്കാണ്ട് ഞാൻ വിടൂല. വെറുതെ കൊഞ്ചല്ലേ പോന്ന് പോണേ. നീ ഞങ്ങൾ പോണ്ട. നീ ഞങ്ങൾ പോണ്ട. പോണോ? വീഡിയോ എടുക്കണ അറിഞ്ഞോണാ? ഞാൻ പറഞ്ഞത് അല്ല നീ ഇന്ന് പോണ്ടോന്ന് അറിയാനാണെന്നാ. നാളെ നിങ്ങൾ വന്നില്ലേ? ഇപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാ നാളെ. വരുമായിരിക്കും, അറിയില്ല. പൊന്നിലങ്ങി പൂവിരിഞ്ഞു കൊച്ചിളം കാറ്റും. കുഞ്ഞുസേ ഞാനൊരു സാധനം കാണിച്ചു തരാട്ടെ. നിങ്ങക്ക് തരുമോന്ന് അറിയില്ല. ചോദിച്ചു നോക്കാം നമുക്ക്. ലുവ ഹൈഫൈ തന്നെ നമ്മക്ക്. ഹൈഫൈ തന്നെ. ഹൈഫൈ തന്നേടാ. പള്ളത്തിട്ട് ഹൈഫൈ തന്നേടാ. നല്ല വീഡിയോ നമ്മുടെ മുത്ത നോക്കി. ഹൈഫൈ തന്നെ. ഹൈഫൈ തരോ? എങ്ങനെ ഫ്ലൈങ് കിസ്? എങ്ങനെ കുഞ്ഞു ഫ്ലൈങ് കിസ്? എങ്ങനെ ഷെയ്ക്കാൻ തന്നെ. ഹലോ ഹൈഫൈ തന്നെ. ഹൈഫൈ തരാറുള്ളതല്ലേ? ഹൈഫൈ നമുക്ക് ഹൈഫൈ തന്നെടാ. ഹൈഫൈ താടാ കുഞ്ഞാ. കുഞ്ഞുന്റെ 2 പല്ലുകൾ എന്റെ അടുത്തേക്ക് ചാടി വരാണ്. ഓ അതെന്താണ് പുന്നാരം? പൊന്നാണിത്. നമ്മളെ മുത്താണിത്. നമ്മളെ മുത്താണിത്. മുത്താണ്. രാത്രി ഉറങ്ങുന്നറിയാം. ഇന്ന് രാത്രി നമുക്ക് ശിവരാത്രി. ഇന്ന് ശിവരാത്രിയാണ്. അതെന്താണ് അവിടെ ചെയ്യണ? മേമ എന്താ ചെയ്യണ മുത്തേ? മേമ എന്താ ചെയ്യണ? ആ പല്ലൊന്ന് കാണിച്ചു കൊടുത്തേ. വാവയുടെ പല്ല് കാണിച്ചു കൊടുത്തേ.
വലിയ കണ്ണില്ല നാക്കും അത്ര കാണുന്നു. പല്ല വെച്ചിട്ട് എന്താണ് അപ്പൊ ഇന്നത്തെ വ്ളോഗ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണ്. അപ്പൊ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറെ പേര് കാണുന്നുണ്ട്. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ. അപ്പൊ ഇനിയും നമ്മൾ ഇതുപോലെ തന്നെ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വരും. നമ്മളെല്ലാരും കൂടി ഉണ്ടാവും. അപ്പൊ പുതിയൊരു വീഡിയോ രൂപ ബേബി അവിടെ പ്രശ്നമായിട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.